ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് അതാണ് നോക്കൂ, വിയറ്റ്നാമിൽ നിന്നുള്ള രണ്ടാമത്തെ വീഡിയോ എത്തിയിട്ടുള്ള ആദ്യ വീഡിയോ. ഗൈസ് നോക്കൂ, ഞങ്ങൾ കിടന്നുറങ്ങിയ നമ്മളെടുത്ത ഹോട്ടൽ ഇതാണ്. വെറും 2 ദിവസത്തേക്കാണ് ഞങ്ങൾ എടുത്തത്. പക്ഷെ അത് ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തു, 4 ദിവസം കൂടി ആക്കി. അപ്പൊ അപ്രോക്സിമേറ്റ് 6 ദിവസത്തേക്കാണ് ഞങ്ങൾ ഇന്ന് ഇവിടുത്തെ ഒരു ഫുഡ് മാർക്കറ്റും പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ വാക്കിംഗ് സ്ട്രീറ്റിലേക്കാണ് പോകുന്നത്. വൈകുന്നേരമാണ് അല്ലേ ആ ചുമന്ന തെരുവുകൾ. ഗൈസ് നോക്കൂ, നമ്മൾ അങ്ങോട്ട് പോവാണ്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഫ്രണ്ടിലേക്ക് നോക്കാൻ നേരത്തുള്ള വ്യൂ ഇതൊക്കെയാണ്. ഗൈസ് നോക്കി, ഇവിടെ എല്ലാ വീടുകളിലും ഇതേപോലത്തെ സെറ്റപ്പ് ഉണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഉണ്ടല്ലോ ചേരി പ്രദേശങ്ങളുണ്ട് കേട്ടോ. അതായത് നമ്മൾ എന്താ പറയുക, വിയറ്റ്നാം കോളനി എന്നൊക്കെ പറഞ്ഞ സിനിമകളുണ്ടല്ലേ, അതേപോലത്തെ സ്ഥലങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ആ പ്രകാരമുള്ള സംവിധാനങ്ങളൊക്കെ ഈ ടൗണിൻ്റെ ഉള്ളിലും അതുപോലുള്ള സംഭവങ്ങളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ നല്ല ഡെവലപ്മെന്റും വിദേശ കമ്പനികളുടെ ഒടുക്കത്തെ ഇൻവെസ്റ്റ്മെന്റുമാണ് വിയറ്റ്നാമിന്റെ മറ്റൊരു പ്രത്യേകത. 100% നമുക്കൊരു കമ്പനി ഇവിടെ നിർമ്മിച്ച് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഓണർഷിപ്പിൽ 100% ഷെയറിൽ ഇവിടെ കമ്പനികളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അങ്ങനെയുള്ള സംഭവങ്ങൾ. സംഭവം വെച്ചിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലെ കമ്പനികൾ വരുന്ന 4 രാജ്യത്തിൽ ഒന്നാണിത്. ഞാൻ രാജ്യങ്ങളുടെ പേര് പറയാം. ഒന്ന് ഇന്ത്യ, ഒന്ന് വിയറ്റ്നാം, ഒന്ന് ബ്രസീല്, പിന്നെ ഇന്തോനേഷ്യ, ബംഗ്ലാദേശ്, പിന്നെ ഒരു രാജ്യം കൂടെ ഉണ്ട്. അതായത് ഒരു ആഫ്രിക്കൻ കൺട്രിയും കൂടെ ഉണ്ട്. ദക്ഷിണാഫ്രിക്ക അല്ല, ആഫ്രിക്കൻ കൺട്രി ഏതായിരുന്നു ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. ഗൈസ് നോക്കൂ, ഞങ്ങള് ഇവിടെ കിട്ടിയ സ്ലിപ്പറാണ്. എന്റെ ബാഗ് ഞാൻ എബിൻചാടിനെ ഏൽപ്പിച്ചു. ഇവിടെ ഉണ്ടല്ലോ കുക്ക് ചെയ്യാനും അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട്. അപ്പൊ ഇവിടെ ഞങ്ങൾ രാത്രി ഇന്നലെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. കുക്കിംഗ് ഒക്കെ ചെയ്ത് ബേക്കണം, പിന്നെ ബ്രെഡും അതുകൊണ്ട് വീടല്ല ഹോട്ടൽ. ഇവിടെയാണ് ലിബി കിടക്കുന്നത് കേട്ടോ. ഇവിടെയാണ് ലിബി സിംഗിൾ ആണ്, മെയിലാണ് ഞങ്ങൾ കിടക്കുന്നത്. അങ്ങനെ 2 ഇതായിട്ടാണ് 2 പേർക്കും കൂടെ ഷെയറിങ് ഏരിയ. സിപ്പുമായി ചേട്ടാ ഞങ്ങൾ ലിഫ്റ്റ് നോക്കി നിൽക്കുക കേട്ടോ. ഇതൊരു അസാമാന്യ ഹോട്ടലാണ്. ഇവിടെ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന ഒരു 5 സ്റ്റാർ ഹോട്ടൽ ഒരു ഹോട്ടലാണ്. 5 സ്റ്റാർ ഉണ്ട് പുറത്ത്. ഹോട്ടലാണ്. എനിക്ക് അമേരിക്കൻ ട്രക്ക് നോക്കി. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇഷ്ടംപോലെ പെട്ട ട്രക്കുകൾ പോകുന്നതാണ് കേട്ടോ. എല്ലാം അമേരിക്കൻ ആ ഒരു ടൈപ്പ് സെറ്റപ്പ്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കമ്പനികൾ ഇതേ പോകുന്നു. അമേരിക്കൻ ടൈപ്പ് ഗൈസ് നോക്ക്, ഇവിടെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ വാഹനങ്ങൾ. ചൈനീസ് വണ്ടി ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ചൈന വരുന്ന തമ്മിൽ അത്ര രസത്തിലല്ല എന്നുള്ളതാണ്. പക്ഷെ ചൈനീസ് ഇൻവെസ്റ്റ്മെന്റും ഉണ്ട്. ഇവിടുത്തെ വീടുകളൊക്കെ ഉണ്ടോ, എന്നോ ചെറിയ വീടുകളാണ്. നോക്കി ഇങ്ങനെ നേരെ നിൽക്കും. നമ്മുടെ വീടുകളൊക്കെ വെച്ച് നോക്കുന്നത് വളരെ ചെറിയ വീടുകളാണ്. തന്നെടാ. ഫൈനലി ഞങ്ങൾ ഹോട്ടലിന് പുറത്തിറങ്ങി. ഇതാണ് പൂള് കേട്ടോ. രാവിലെ ഞങ്ങൾ അവിടെ പോകാൻ നോക്കിയതാണ്, പക്ഷെ ശ്രമിച്ചിട്ട് നടന്നില്ല. കാരണം ഞങ്ങളെ കൊണ്ട് നീന്താനും ഇതിനൊന്നും പറ്റത്തില്ല. ഒരു കാലൊക്കെ തീരുമാനമായിരിക്കുകയാണ്. ഒരു കേസ് ഞാൻ പറയാൻ പറഞ്ഞത്, ഞങ്ങൾ റെൻറ്റിന് ബൈക്ക് എടുക്കാൻ തീരുമാനിച്ചു, കാർ എടുക്കാൻ തീരുമാനിച്ചു. ലാസ്റ്റ് ഞങ്ങൾ തന്നെ തീരുമാനിച്ചു. ഗൈസ് നോക്കൂ, ഒന്നാതെ റെൻറ്റിന് ബൈക്ക് എടുത്ത് ഇപ്പോൾ സമയം അത്ര ശരിയല്ല. എന്തെങ്കിലും തട്ടുകേട് പനവര ഹോട്ടലിൻ്റെ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇത് ഈ കാണുന്ന കേട്ടോ ഹോട്ടൽ അത്യാവശ്യം നല്ല കിട്ടുന്ന ഹോട്ടലാണ്. എല്ലാവരും ഇവിടെ തന്നെയാണ് റൂം എടുക്കുന്നത്. എന്തായിരിക്കും ചീപ്പാട്ടോ. നമ്മളിന്ന് എത്ര രൂപയ്ക്ക് എടുത്ത് എത്ര രൂപ? അല്ലല്ല, നമ്മൾ 4 നൈറ്റ് എത്രയ്ക്ക് എടുത്ത്? 6000 രൂപ. ഗൈസ് നോക്കൂ, അതായത് 4 ദിവസത്തേക്ക് നമ്മൾ റൂം എടുത്ത് 6000 രൂപയ്ക്ക് ഇവിടെ. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളിവിടെ റിന്യൂ ചെയ്യാനുള്ള കാരണം ഒന്നൊരു കാര്യം, കിച്ചൺ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഫെസ്റ്റിവൽ നടക്കുന്ന പവലിയൻ ഉണ്ടല്ലോ, ഇവിടുന്ന് നിന്റെ കിണ്ടി ഞാനൊന്ന് പറഞ്ഞിരിക്കട്ടെ. നമ്മുടെ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് ഇവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളൂ. അതാണ് മെയിൻ ബെനിഫിറ്റ്. അതുകൊണ്ടാണ് പിന്നെ ഹോട്ടൽ മാറണ്ടെന്ന് വിചാരിച്ചേ. ഞങ്ങൾ റെൻ്റൽ ബൈക്കോ ടാക്സിയോ ഒക്കെ എടുക്കാൻ പ്ലാൻ ചെയ്താണ്. ഇവിടെ പിന്നെ കാറ് പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് പിന്നെ റെൻറ്റിന് കൊടുക്കൂല, വിത്ത് ഡ്രൈവറോടുകൂടി കൊടുക്കുള്ളൂ, വിത്തൗട്ട് കിട്ടൂല. പിന്നെ ബൈക്ക് എടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇതൊക്കെ ആയാലും നോക്കി പിന്നെ അത് എടുത്തില്ല. അപ്പം ഞങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ബസ്സിനാണ് നമ്മൾ നേരെ പോകുന്നത്. നല്ല തിരക്കാട്ടോ. പിന്നെ അത് മാത്രമല്ല, നല്ല മൂടൽ കൂടിയ കാലാവസ്ഥയാണ് രാവിലെ മുതൽ. എന്നാ കാര്യം എന്ന് വെച്ചാൽ, ഇത് 3 പേരിൽ എനിക്ക് മാത്രമേ ലൈസൻസ് ഉള്ളൂ. അപ്പൊ എനിക്ക് മാത്രമേ വണ്ടി ഓടിക്കാൻ പറ്റൂ. ഇവരൊക്കെ കൈ വളരെ ശ്രദ്ധിക്കണം. ഇനി ഇവരൊക്കെ ഓടിച്ചിട്ട് ഇതിന്റെ വണ്ടി വല്ല ക്രാക്കോ എല്ലാം ആയിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ വിട്ട് പോകും. പിന്നെ വേറെ കേസ്, ഈ കാണുന്ന പാച്ചിന് നമ്മുടെ നാട്ടിൽ 1000 രൂപയാണ്. ഇവിടെ എത്രയാണ് ചേട്ടാ? ഇവിടെ എത്ര? 4 അല്ല, ഒന്നിന്റെ അകത്ത് 10 ഉണ്ട്. 80 രൂപ ഉള്ളൂ കേട്ടോ. നമ്മുടെ നാട്ടിലെ 80 രൂപ.
അപ്പൊ നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഇങ്ങോട്ട് പോയിട്ടാണ് ബസ് പിടിക്കേണ്ടത്. ശ്രദ്ധിക്കണം, ഇതിന്റെ അകത്ത് ലഹരി കണ്ടന്റ് ഉണ്ടോന്നും കൂടെ ചോദിക്കണം. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ അവിടെ പ്രശ്നമാവും എയർപോർട്ടില്. അത് പ്രത്യേകം ചോദിച്ചിട്ടാ. ഗൈസ്, വേറൊരു കേസ് ഞാൻ പറയാൻ മറന്നുപോയി. ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു, അങ്ങനെ പോകുന്നു. ഞങ്ങൾ പോകുന്ന സ്ഥലം ഫുഡ് സ്ട്രീറ്റ് ആണ്. ഒന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ ഫുഡ് സ്ട്രീറ്റ്, രണ്ടാമത്തെ വാക്കിംഗ് സ്ട്രീറ്റ്. വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു മസാജ് ചെയ്തോ, ഞാൻ പൈസ കൊടുത്തോളാം, ഞാൻ എനിക്കൊന്ന് ഷൂട്ട് ചെയ്യാനുള്ള അവസരം തന്നാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ തിരുമാൻ പറ്റത്തില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇക്ലിയാവും, ലിവിനും ഇക്ലിയാവും, ലിവിൻ ചേട്ടന് മാത്രമേ ഇക്ലി ആവത്തുള്ളൂ ഞങ്ങളുടെ കൂട്ടത്തിൽ. അപ്പോൾ വാക്കിംഗ് സ്ട്രീറ്റിൽ പോവുകയാണെങ്കിൽ ഫുഡ് സ്ട്രീറ്റ് കഴിഞ്ഞിട്ട് നേരെ വാക്കിംഗ് സ്ട്രീറ്റിൽ പോകും. അവിടെ ഈ മസാജ്, പിന്നെ അതുപോലെ നൈറ്റ് ക്ലബ്ബുകൾ, അതുപോലത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇന്നലെ ഞങ്ങൾ ഇതിലൊക്കെ കേട്ടോ നടന്നത്. ഇവിടെ ഇതുണ്ടോ, ഇതാണ് ഹോട്ടൽ. അവിടെ നേരെ ഇത് ഇങ്ങോട്ട് പോകുന്നു. നല്ല തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ട്, പക്ഷേ ഫുള്ള് ബൈക്കാണ്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ പബ്ലിക് ട്രാൻസ്പോർട്ട്, അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ ഹൂണ്ടായുടെ ബസ്സാണ്. ഇത് ചൈനയുടെ ഹൂണ്ടായുടെ ചാത്തൻ, കറക്റ്റാ മോഡൽ കേട്ടോ. ഇത് ബേക്കി വരുന്നത് യഥാർത്ഥ ഹൂണ്ടായി. ഇതാണ് യഥാർത്ഥ ഹൂണ്ടായി ബസ്. ഏഷ്യൻ രാജ്യത്ത് എവിടെ പോയാലും ഹൂണ്ടായുടെ ബസ് ഇഷ്ടം പോലെ. ഗൈസ് നോക്കി, ഇത് പിന്നെ ഒറിജിനൽ ഹൂണ്ടായുടെ ബസ്. നമ്മുടെ നാട്ടിലൊന്നും വന്ന് വിജയിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഈ സാധനം വന്ന് വിജയിക്കാൻ വളരെ പാടാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ബോർഡ് വരുന്നത് ഈ കാണുന്ന കരിമ്പിനുണ്ടല്ലോ, ഇത്ര പൈസ കുറവെന്നോ. രവിൻ്റെ കരി കുടിച്ചിട്ട് പോയല്ലോ, എത്രയാന്ന് ചോദിച്ചേ? ഒരു മിനിറ്റ് സമയം തരുമോ? അതായത് നമ്മുടെ നാട്ടിലോട്ട് ഈ വണ്ടി വരാത്ത തന്നെ കാരണം എന്ന് വെച്ചാൽ ഇത് ജാപ്പനീസ് ആയിട്ട് നിർമ്മിച്ച ഒരു വണ്ടിയാണ്. അതായത് ഇപ്പുറത്തെ സൈഡ് മാത്രമല്ല, ആൾക്കാർ തടിയും ജാപ്പനീസ് നീളവും വണ്ണവും എല്ലാം കുറവാണ്. നമ്മളെ അപേക്ഷിച്ച് ഇന്ത്യ അങ്ങോട്ട് വരാൻ നേരത്ത് നമുക്ക് തടിയും വണ്ണവും കൂടുതലാണ്. അപ്പൊ ശരിക്കും നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റൂല. അതുകൊണ്ടാണ് ഇത് വരാത്തത്. ഇത് കണ്ടോ, ഇതൊക്കെ ചൈനീസ് ബസ്സുകളാട്ടോ. ഇതുകൊണ്ട് ആൾക്കാർ വിളിച്ചു പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്യുന്നത്. ഇത് നമുക്ക് പറ്റിയ സാധനങ്ങളല്ല കേട്ടോ. ഒരു കരിക്കിന് എത്രയാവും ചേട്ടാ? 20,000. ഓക്കെ, 2 3 നല്ല കിടിലം കരിക്കാൻ നോക്കൂ. അമ്മച്ചി വെട്ടിത്തരും. ഇവിടെ കരിമ്പിൻ ജ്യൂസ് അതുപോലത്തെ സംഭവങ്ങളൊക്കെ കിട്ടും കേട്ടോ. ചേച്ചി ഇതേപോലെ നിലത്തൊരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് കേട്ടോ വെട്ടും. നല്ല കട്ടിയുള്ള കത്തിയാ. ഇതെന്നാവോ ഇത് തരാൻ നമുക്ക് എപ്പോൾ ഏറ്റവും സ്വീറ്റ് അതായിരിക്കും. അതിപ്പോ 2 അല്ലേ, ഞാൻ ഇതാ പറയുന്നത്. അതിനാ നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ. നല്ല കഴമ്പുള്ളതാണ്. ഇവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ വലിയ ആൾക്കാരല്ല, ചെറിയ ആൾക്കാരാണ്. അതാണ് ലിവി നേരത്തെ ഹൂണ്ടായുടെ ബസ് പറഞ്ഞപ്പോൾ അതിനെ കുറിച്ച് പരാമർശിച്ചത്. ഇവിടെ ഇരിക്കാൻ നോക്കിയത് ചെറിയ സ്റ്റൂളുകളൊക്കെ മേടിക്കണം. ഞാൻ പൊട്ടിയിൽ ഇരിക്കണ്ട കേട്ടോ. ഇരുന്നു അതെങ്ങനെ ഉണ്ട് ചേട്ടാ? ഞാൻ നോക്കട്ടെ, ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. വാട്ട് എ നൈസ്. നമ്മുടെ നാട്ടിൽ 40 രൂപയുള്ള കരിക്കിന് ഇവിടെ 80 സംതിങ് ആണ്. നല്ല ടേസ്റ്റ് ഉണ്ടോടാ? ഇവിടെ അങ്ങനെ ചീപ്പാണെന്ന് അറിയത്തില്ല. 3 കരിക്ക് കുടിച്ചപ്പോഴത്തേക്കും 60,000 രൂപ. അമ്മച്ചി 10,000 രൂപ തിരിച്ചു വന്നു. അതാണ് നമ്മുടെ രീതി. 1 ലക്ഷം രൂപ. അതെ, നമ്മളുണ്ടല്ലോ ഇവിടെയൊക്കെ പൈസയൊക്കെ സംഭവങ്ങളൊക്കെ ഇതൊക്കെ സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ ഉണ്ടല്ലോ ചിലവ് എല്ലാ രാജ്യത്തും, ഞാൻ ചീപ്പായ കൺട്രിയിലൊക്കെ യാത്ര ചെയ്ത് എനിക്ക് മനസ്സിലായത് ചിലവൊക്കെ ഏകദേശം എല്ലാവർക്കും ഒരേപോലെയൊക്കെ തന്നെയാണ്. യൂറോപ്പിലാണ് ഞാൻ ചെന്നപ്പോൾ ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് തോന്നിയത്. എല്ലാം കണക്ക് തന്നെയല്ലേ പിന്നെ ചിലവൊക്കെ. നമ്മുടെ ഇന്ത്യയിൽ അത്രയും ചീപ്പ് വേറൊരു രാജ്യം ഞാൻ കണ്ടിട്ടില്ല. സത്യം കേട്ടോ, നമ്മുടെ രാജ്യം തന്നെയാണ് എനിക്ക് ചീപ്പായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതായത് സുഗുണ, നീ ഓവർ സംസാരിച്ചാൽ ഫുഡ് സ്ട്രീറ്റും ഈ വീട്ടിൽ ഉണ്ടാവൂല, ബാക്കി സ്ട്രീറ്റും ഉണ്ടാവൂല. അതല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. പൈസയുടെ എത്രത്തോളം മൂല്യം കൂടുന്നോ അവിടെ ചെലവ് കൂടും. അതേപോലെ പൈസക്ക് എത്രത്തോളം മൂല്യം ഉണ്ടോ പരാജയപ്പെട്ടു. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ആൾക്കാർക്ക് ഇത് കിട്ടുന്ന ഒരു വീഡിയോ ആണ്. അതായത് എത്രത്തോളം പൈസയുടെ വാല്യൂ കുറയുന്നു അവിടെ ചെലവ് കൂടും, എത്രത്തോളം പൈസക്ക് വാല്യൂ കൂടുന്നു, അതായത് അമേരിക്ക പോലെയുള്ള അവിടെ എക്സ്പെൻസീവ് കൂടും. എപ്പോഴും മീഡിയം പോലെയുള്ള ഈ റിപ്പോർട്ടർ വലിയ വിഷയമായിട്ട് ഇയാൾ കൂടുതൽ സംസാരിക്കുന്നു. ഇതൊക്കെ എന്താ ചുട്ടു കൊടുക്കുന്ന പരിപാടിയാട്ടോ. ഇത് എവിടെയൊക്കെ സലൂണുകളൊക്കെ ഉണ്ട്. ചേട്ടാ വാക്കിംഗ് സ്ട്രീറ്റ് നിങ്ങൾ മസാജ് ചെയ്യണം കേട്ടോ. അതിനാ ചേട്ടനെ തടവെന്ന് എനിക്കൊന്ന് കാണണം. ഞാൻ റീൽസ് ഇടാം. 7 മല പൂഞ്ചോല എന്നെ ചേട്ടാ. ചേട്ടാ കഷ്ടമുണ്ട് കേട്ടോ. ചേട്ടാ അവിടുന്ന് മസാജ് ചെയ്യാന്ന് പറഞ്ഞ് നിങ്ങൾ ഡീലാക്കിയിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ മാറ്റി പറയുന്നോ? ഇതൊരു കമ്പ്യൂട്ടറിന്റെ ഒരു ഷോപ്പാട്ടോ. ഇവിടെ ഞങ്ങൾ കയറി ഇന്നലെ ഭയങ്കര ചൂടായപ്പം AC കൊള്ളാൻ വേറെ മാർഗമില്ല. അപ്പോൾ ഈ കടയിലും തൊട്ടപ്പുറത്തെ കടയിലും കയറി. അവിടുന്ന് സിം എടുത്തു. നോക്കിയാൽ ജംഗ്ഷനിലെ തിരക്ക് നോക്കി നിങ്ങൾ. എന്റെ ചേട്ടാ ജംഗ്ഷനിലെ തിരക്ക് നോക്കി ചേട്ടാ. എന്റെ പൊന്നെ,
ബൈക്കിൽ വന്ന് നിൽക്കുന്ന നോക്കിയേ ഗൈസ്, ഭയങ്കരം തിരക്കാട്ടോ. ഇവിടെ ലേബർ കോസ്റ്റ് ചീപ്പാട്ടോ, അതൊരു യാഥാർത്ഥ്യമാണ്. റിക്ഷകൾ കണ്ടോ, സാധനങ്ങൾ കൊണ്ടുവന്ന റിക്ഷകൾ, അതിൽ തന്നെ ചേട്ടന്മാർ കിടന്ന് ഉറങ്ങും കേട്ടോ. ഇത് ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും, ട്രാൻസ്പോർട്ടേഷൻ. നമ്മുടെയൊക്കെ കൊൽക്കത്തയിലും മുംബൈയിലൊക്കെ ഉള്ള പോലത്തെ സെറ്റപ്പ് ആട്ടോ കാണുന്നത്. നമ്മുടെ നാട്ടിലെ കടകളൊക്കെ ഇല്ലേ, പൂജാ സംബന്ധമായ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വിൽക്കുന്ന കടകളും അതുപോലുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ. ഇവിടെ ബുദ്ധമതം തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധമതം ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധമതമാണ് എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ബുദ്ധമതമുണ്ട് എനിക്ക് തോന്നുന്നു. ഇവിടെ പിന്നെ തമിഴ് ടൈപ്പ് ടെമ്പിൾ ഇല്ലേ, ഗൈസ് നോക്കി, ഇത് ഡെക്കാട്ടോ. അതായത് താറാവോ ടർക്കിയോ അങ്ങനെ എന്തൊരു സാധനമാണ്, അതിനെ വെട്ടി പാക്കറ്റിലിട്ട് നമുക്ക് തരും. ഇവിടെ പോകുന്ന വഴിക്ക് ചെറിയ 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 സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്താ പറയുക, നമ്മൾ ഇങ്ങോട്ടല്ല, ഇതല്ല നമ്മൾ ലൊക്കേറ്റ് ഇതാക്കുന്നത്. നമ്മൾ നല്ല കിടിലനൊരു ഇതാണ് ബസ് സ്റ്റോപ്പ്. ഓ ഗൈസ്, ഇതാണ് ബസ് സ്റ്റോപ്പ് കേട്ടോ. അതായത് നമ്മൾ പുറം രാജ്യങ്ങളിലോട്ട് നമ്മൾ പോകാനായിട്ട് നമ്മൾ വണ്ടിയുടെ നമ്പർ നോക്കിയാണ് കയറേണ്ടത്. ചിലപ്പോൾ 2, 3 അങ്ങനെയൊക്കെ ആയിരിക്കും വണ്ടിയുടെ നമ്പർ. അതേപോലെ ബാംഗ്ലൂരും ഉണ്ട് അങ്ങനെ സഞ്ചരിക്കാൻ സാധനം. ഇതെന്നെ സാധനം, എന്തോ ഒരു പ്രത്യേകതരം ഡിഷ് കേട്ടോ. ഇതെന്നെ ഇത് അരിയുണ്ടയിലുണ്ടാക്കിയ സാധനം, മധുരപലഹാരമായിട്ട്. 6000 രൂപ. എവിൻ ചേട്ടാ, എന്തോ കേക്ക് 6000 രൂപ, എന്തോ കേക്ക് 6000 രൂപ. എവിൻ ചേട്ടൻ തിന്നുവോ? ഓക്കെ ഓക്കെ. ഇവിടെ മസാജിന് ഭയങ്കര പൈസ കുറവ്, 22,000 രൂപ, 40 സംതിങ്ങേ ഉള്ളൂ. എവിൻ ചേട്ടാ, അവസാനം ഹാപ്പി എൻഡിങ് കൂടി ആയിക്കോട്ടെ. എല്ലാത്തിനും ഞാൻ നിങ്ങൾക്ക് സഹായിക്കും. ഇതേ ഹോട്ടൽ നോക്കിയോ ചേട്ടാ, ഇത് ഹോട്ടലാട്ടോ, ഇതൊക്കെ ഹോട്ടലാ. ഈ ഏരിയയിലെ ഏറ്റവും ചെറിയ പൈസ നമ്മൾ ഇന്ന് ഹോട്ടലാന്ന് തോന്നുന്നത്. ഇത് കഴുതച്ചക്ക സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ഫ്രൂട്ട്സ്. ബാ അമ്മേ, അടുത്തവും കൂടി ഇപ്പം കിട്ടിയാണ് കേട്ടോ. അങ്ങനെ എബിൻചാട്ടന്റെ കല്യാണം ഡൈവോഴ്സ്, ആ ഉത്തരവാദിത്തം എബിൻചാട്ടൻ ഡൈവോഴ്സ്. ഇസൂസു വരുന്നുണ്ട്, ഇസൂസു FVM. ഓ കിടിലൻ ട്രക്കുകൾ. ഇതേ ഹൂണ്ടായുടെ അതിപ്രസരം കേട്ടോ ഇവിടെ. എന്തോരം ഹൂണ്ടായി ട്രക്കുകളാ. എന്ത് രസമെന്ന് കാണാൻ വേണ്ടി. ലൈറ്റ് വെയിറ്റ് ടൈപ്പ് ഒരു മസ്ലൻ ട്രക്കൊന്നുമല്ല ഇത്, ബുഷി. വാ നമുക്കേ ഞങ്ങൾ നിന്ന സ്ഥലം മാറിപ്പോയി, അവിടെ നിന്നാണ് ഞങ്ങൾക്ക് ബസ് കയറേണ്ടത് കേട്ടോ. ഇവിടെയൊക്കെ ആൾക്കാർ ഇതുണ്ടോ, ലോഡൊക്കെ ഇതേപോലെ ബൈക്കെ വെച്ചോണ്ട് പോകുമ്പോൾ. ദൂരെ ബൈക്കുകളെന്നറിയാം, 4 വീലറിൽ കൂടുതൽ ഇവിടെ ഞാൻ കണ്ടിരിക്കുന്നത് ബൈക്കാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നത് ക്രാബാ. ആ ക്രാബിൽ ഓൺലൈൻ ഫുഡ് ഓർഡർ ചെയ്തു വരുന്ന സംഭവം. ഇത് ബീഫ് ഐറ്റംസ് കിട്ടുന്ന കൊറിയൻ റെസ്റ്റോറൻറ്റ് കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ അങ്കിളിൻ്റെ കാലുണ്ടായിരുന്നു. ഇത് വിലയൊക്കെ ഒന്ന് വായിച്ചു ചേട്ടാ, വിലയുണ്ടോ അത്യാവശ്യം? നമ്മളെ KFC ഒക്കെ ഇവിടെ അത്യാവശ്യം ചീപ്പാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമല്ല, ഞങ്ങൾ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോഴേ ഞങ്ങൾ ബർഗർ കിങ്ങിൽ കയറി. ബീഫ് ബർഗർ ഏറ്റവും വലുത് പോരട്ടെ, ബില്ല് 3500, കിളി പറിപ്പോയി. അത് മറ്റേ ആർമി വണ്ടിയാണ് കേട്ടോ പോകുന്നത്, അത് ആർമിയുടെയാണ്. നമുക്ക് കയറേണ്ട ബസ് വന്നു കേട്ടോ. ഞങ്ങൾ ഇന്ത്യയിലെ പോലെ കൈയൊക്കെ നീട്ടി കാണിച്ചു. എവിടെയാട്ടാ നിങ്ങൾക്ക് അറിയത്തുള്ളൂ, പറ. ബസ്സേ കയറി. ടിക്കറ്റ് എങ്ങനെയാണ്? എനിക്ക് വന്ന് ഇതാന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഈ മനുഷ്യനാണ് ടിക്കറ്റ്. ഇവിടെ കണ്ടക്ടർ ഉണ്ട് കേട്ടോ. ഇതാ കണ്ടക്ടർ. അവിടുന്ന് പുള്ളി എന്തോ മെഷീനിൽ അടിച്ചു തരും കേട്ടോ. ലിബി ഇത് ഇവിടെ കയറി കേട്ടോ. അതൊരു ഫോണാണ്, അത് കുറച്ച് നേരം അടിക്കട്ടെ എവിൻചേട്ടാ. ഈ കാണുന്നതാണ് കണ്ടക്ടർ കേട്ടോ. നമുക്ക് സ്ഥലം പറയാൻ അറിയില്ലാത്തതുകൊണ്ട് എവിൻചേട്ടാ ഫോണിൽ കാണിച്ചു, പൈസ കൊടുത്തു. എത്രായിരം കൊടുത്തേ? 50,000 രൂപ എവിൻചേട്ടൻ കൊടുത്തു കേട്ടോ. 50,000 രൂപ എത്രയാ തിരിച്ചു തരുന്ന അറിയത്തില്ല കേട്ടോ. വലിയ കുഴപ്പമില്ല, സീറ്റൊക്കെ റഫ് ആൻഡ് ടഫ് കേട്ടോ. നല്ല സൈഡ് വ്യൂ കൊണ്ട് പോകാമല്ലോ. ഇന്ത്യൻ മണി 60 രൂപ കേട്ടോ നമുക്ക് ടിക്കറ്റ് ഫെയർ ആയേ. അപ്രോക്സിമേറ്റ് 5 കിലോമീറ്റർ അടുത്ത് സഞ്ചരിക്കാനുണ്ട്. ഇതെന്തോ ഗവൺമെൻറ്റിൻ്റെ സംഭവം എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അങ്ങനെ ആകാനുള്ള സാധ്യതയുണ്ട്. റഫ് ആൻഡ് ടഫാ ബസ് അല്ലേ? റഫ് ആൻഡ് ടഫ് അല്ലേ? റഫ് അല്ല, നീ ശ്രദ്ധിക്കണേ. നോക്കൂ, ആള് വളരെ കുറവാട്ടോ. നദീനെ ക്രോസ് ചെയ്ത് പോകും. അങ്ങോട്ടൊക്കെ നോക്കിയാൽ അടിപൊളിയാട്ടോ, അവിടെ സൂപ്പർ ആട്ടോ. ഇത് ബോട്ടൊക്കെ കണ്ടോ? ഇവിടെ വരായിരുന്നില്ല ചേട്ടാ, അത് എവിടെയായിരുന്നു? നാളെ വരാം അല്ലേ? ഇങ്ങനത്തെ ബോട്ട് സംബന്ധമായ എന്തോ സംഭവത്താണ്. അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. ഫ്ലാറ്റ് ജീവിതം ഇഷ്ടംപോലെ ഉണ്ടെന്ന് ഏകദേശം മനസ്സിലായി. ഗൈസ് ഫൈനലി ഞങ്ങളങ്ങനെ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയിട്ട്. ഇത് ഇവിടുത്തെ ഒരു ബസ് സ്റ്റാൻഡാണ്. അടുത്ത ഞങ്ങൾക്ക് പോകേണ്ട 27 കേട്ടോ. എന്തൊരു സ്മാർട്ടായിട്ടുള്ള
എന്തൊരു അച്ചടക്കത്തോടു കൂടിയുള്ള ബസ് സ്റ്റാൻഡാടാ. ഒരു ബസ് സ്റ്റാൻഡ് ആയിട്ട് തന്നെ ക്ലീനാ. എന്തൊരു വൃത്തിയാണെന്നറിയാവോ. നമുക്ക് ഇനിയും 27 കണ്ടുപിടിക്കുന്നത്. അപ്പുറം സൈഡാണ് ഞാൻ കണ്ടായിരുന്നു. അല്ലല്ല അപ്പുറം ഒരെണ്ണം ഉള്ളു കേട്ടോ ഹൂണ്ടായുടെ. എൻ്റെ അമ്മേ ഒരു ഫ്ലാറ്റ് നോക്കിയാ ചേട്ടാ. ഗൈസ് എത്ര മനോഹരമാണെന്നറിയാവോ. എൻ്റെ ചെരുപ്പ് ചേട്ടൻ പൊട്ടിച്ച് കളഞ്ഞു. എൻ്റെ വള്ളി അയ്യോ ചേട്ടൻ എന്നെ കയറി ചവിട്ടി എൻ്റെ വള്ളി പോയിട്ടോ. ഞങ്ങൾക്ക് ഹോട്ടലിൽ നിന്ന് ഓസിന് കിട്ടി ചെരുപ്പാ. എങ്ങനെയുണ്ട് ചേട്ടാ? പഴയ ഓർമ്മകളൊക്കെ എനിക്ക് വരുന്നു പാരകൻ്റെ. നിങ്ങൾക്കോ? പഴയ ഓർമ്മകളൊക്കെ വരുന്നു. എൻ്റെ സ്ലിപ്പ് ഓൺസിൻ്റെ നമ്മളെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ സ്ലിപ്പോൺസിന്റെ ഒക്കെ മുട്ടിടുന്ന ഇരിപ്പൊക്കെ ഉണ്ട്. അതുപോലത്തെ ഇതൊക്കെ മുട്ട മറ്റേ മുട്ടായി പാത്രത്തിലൊക്കെ ഇട്ട് വെക്കുന്നൊക്കെ ഞാൻ ഓർക്കുന്നു. ഗൈസ് ഞങ്ങള് നേരെ ഇതാണ് 27. എന്ത് രസമാണെന്ന് നോക്കിയാൽ ഒരു അമേരിക്കൻ ടച്ച് ഉള്ള പോലത്തെ ഒരു ബസ് കേട്ടോ. ഓ കിടിലൻ ബസ്. ഇത് ഇവിടുത്തെ കമ്പനിയാണ് ചേട്ടാ. ഇതൊരു വലിയ സ്റ്റാർട്ടപ്പാ അല്ലേ ഗൈസ്. ഇതൊരു വലിയ സ്റ്റാർട്ടപ്പാട്ടോ. ഇവർക്ക് ബസ്സുണ്ട്, പിന്നെ അതുപോലെ കാറുണ്ട്. ഇത് ഇലക്ട്രിക്കലാട്ടോ, ഇലക്ട്രിക്കൽ ബസ്സാ. എൻ്റെ പൊന്നെ, ഇത് ഇവിടുത്തെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. 27 ചോദിച്ചു നോക്കിയാലോ ഗൈസ്. ഈ വരിയിൽ 2 ബസ്സുണ്ട്. ഇവന് ഏതിൽ ആൾ കൂടുതൽ നോക്കണം അതിൽ കയറിപ്പോവാം. ഇതാ 27. ഓ 27 ചോദിച്ചു നോക്കിയാ ചേച്ചിയോട്. ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ പോലെ ബസ്സുകളിൽ ചെന്ന് കയറി അങ്ങനെയുള്ള സെറ്റപ്പ് ഇല്ല കേട്ടോ. അവിടെ തന്നെ നിക്കണം. അതുകൊണ്ട് അവിടെ 27 വരുവാണ്, അതിലാ കയറണ്ടേ. ഇംഗ്ലീഷ് 2 ഭാഗം കീച്ചി. ഞാൻ ഇവിടെ വന്ന ഭയങ്കര ഇംഗ്ലീഷ് മേക്കറാ. യൂറോപ്പിൽ പോയ മുഞ്ചി പോകും, അവർക്കറിയാം. ഇവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും ഇവർ കേട്ടിരിക്കും കേട്ടോ. നേരെ അസാമാന്യ ഭീമനായിട്ട് ഇവൻ. ഇവരാണ് അവിടുത്തെ ട്രക്കിലും ബസ്സിലും ഒക്കെ അത്യാവശ്യം. ആരും ഇത് നോക്കിയ ഒരു ബിൽഡിംഗ് ചേട്ടാ. പഴയ ബിൽഡിംഗ് എല്ലാം പൊളിച്ച് പുതിയ ബിൽഡിങ്ങുകൾ പണിതുകൊണ്ടിരിക്കും കേട്ടോ. വളരെ മോശമായ സെറ്റപ്പും ഉണ്ട്, നല്ല രീതിയിലുള്ള സെറ്റപ്പ് ഉണ്ട്. ഡെവലപ്പിംഗ് കൺട്രി ആണല്ലോ. നമുക്ക് പോകേണ്ട ബസ് എത്തി കേട്ടോ. നമ്മൾ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, കാരണം ഈ സ്ഥലത്തോട്ട് പോകുന്ന ബസ് കുറവാന്ന് തോന്നുന്നു കേട്ടോ. ആടി തൂങ്ങിയാണ് വരുന്നത്. ഇതാണ് ഇത്ര സ്ലോയി വരുന്നത്. ഇവിടെ തന്നെ കയറ്റുമായിരിക്കും. കയറ്റി കയറിക്കും. വെരി ലിവിനെ കയറിക്കോട്ടോ, ശ്രദ്ധിക്കണേ. ഏറ്റവും ബേക്ക് സീറ്റ് പിടിക്കാം, അതാകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കാണാം കേട്ടോ. ഉണ്ടായിരുന്നല്ല, ഇതേതോ ചൈനയാ. ആണോ ഗൈസ്? നമ്മൾ ഓരോരുത്തരായിട്ട് ഓരോ സീറ്റ് പിടിക്കട്ടെ. ഗൈസ് എന്നാ ഓരോന്നറിയാം ഏസിക്ക്. ഇനി ഒരു ബസ്സും കൂടി ഉള്ളൂ. 2 ബസ്സിൽ നമ്മുടെ ലൊക്കേഷൻ എത്തും. ആ വാക്കിംഗ് നമ്മൾ ആദ്യം ഫുഡ് സ്ട്രീറ്റിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. നീ പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ബസ് എടുത്ത് പോകുന്നതാണ് നല്ലത്. ചീപ്പ്. അതായത് പല രാജ്യങ്ങളിലും എ സിക്ക് മറ്റേ ഇത് വണ്ടിൻ്റെ അത് കാറിൻ്റെ അത് AC ഇടൂല. പൊതുഗതാഗതത്തിൻ്റെ അത് AC ഉണ്ട്. നല്ല സൗകര്യം, നല്ല ചേട്ടൻ പൈസയൊക്കെ എടുത്ത് എത്ര കൊടുക്കണ്ടെന്നൊക്കെ ഉള്ളത് നോക്കുക കേട്ടോ. എത്ര ചേട്ടാ? 3 പേഴ്സൺ. ആംഗ്യ ഭാഷ എങ്ങോട്ടാന്ന് ചോദ്യമൊന്നുമില്ല ചേട്ടാ. 1 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടി. ഫൈനലി ഞങ്ങൾ ബസ് ഇറങ്ങി. ഇവിടുന്ന് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നുള്ളത് നോക്കണം. കണ്ടിട്ട് ആ ഭാഗമായിട്ടാണ് തോന്നി. ഇവിടെയൊക്കെ സ്വീറ്റ് വിൽക്കുന്നുണ്ട് കേട്ടോ. സ്വീറ്റ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും ബൈക്കുകൾ തലങ്ങലം വിലങ്ങലം വിഗ് വിൽക്കുന്ന കേട്ടോ. വിഗ് ഗൈസ്. ഇവിടെയൊക്കെ റെന്റൽ ബൈക്ക്, മുടിവെട്ട്, അതുപോലെ സംഭവങ്ങൾക്ക് കൊച്ചു പട്ടിക്കുട്ടികൾ. നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാം കേട്ടോ. എബിൻചാറിന്റെ മാപ്പ് പ്രത്യേക രീതി കിട്ടി കാണിച്ചേ. സ്ട്രീറ്റ് വ്യൂ എങ്ങനെയാ പോകേണ്ടതെന്ന് കാണിക്കോ. ഞങ്ങൾ ആദ്യമായിട്ട് കാണും കേട്ടോ ഈ സെറ്റപ്പ് ഒക്കെ. ഇതിൻ്റെ അകത്തോട്ടൊക്കെ വീടുകളാണ് കേട്ടോ. ഇത് ഇവിടെ മുതൽ ഫുഡിൻ്റെ ഏരിയ തുടങ്ങിയ ചേട്ടാ. ഇതൊക്കെ എന്തോ പോച്ച്ഡക്ക്, ചിക്കൻ, അതുപോലെ സംഭവങ്ങളൊക്കെയാണ്. എന്തായാലും നമുക്ക് നേരെ മെയിൻ കേന്ദ്രത്തിൽ പോകാം കേട്ടോ. അവിടുന്ന് വളയണം. അതാ കേട്ടോ. ഫൈനലി ഞങ്ങളങ്ങനെ സ്ട്രീറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. എത്തി. ഇവിടെ ഫ്ലവേഴ്സിൻ്റെ പരിപാടിയുണ്ട്. ഇത് നല്ലൊരു കച്ചവടമാണ്, പക്ഷെ ഭയങ്കര റിസ്ക്കും കേട്ടോ. അതേപോലെ റിസ്ക്കും ഉണ്ട്. നമ്മൾ ഏതാണ്ട് ഫുഡ് സ്ട്രീറ്റിനടുത്ത് എത്താറായിട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ സ്ട്രീറ്റിലെത്തി കേട്ടോ. ഇവിടെ പല ടൈപ്പ് സംഭവങ്ങളുണ്ട്. പിസ്സ, ഇത് പിസ്സയാന്ന് തോന്നുന്നുണ്ട്. പിസ്സ അതുപോലെയുള്ള സംഭവങ്ങൾ. ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുവാണോ ചേട്ടാ? ലോക്കൽ പിസ്സ അതുപോലെ സാധനങ്ങൾ. ഐ എം ട്രൈങ് അനദർ ടൈപ്പ് ഓഫ് ഫുഡ്സ്. ഗൈസ് നോക്കൂ, ഇവിടെ പല ടൈപ്പ് സാധനമുണ്ട്. ഇത് സോസേജ്, ചിക്കൻ്റെ ആ സാധനം. നമുക്ക് നടന്നു നോക്കാം ചേട്ടാ. ഇത് ഇവിടുന്ന് എങ്ങോട്ടാ? ഇത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന മറ്റേ സാധനം. അത് ഇവിടുന്ന് വന്നല്ലേ അല്ലേ? ഗൈസ് നോക്ക്, നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. വലിയ ആൾത്തിരക്കൊന്നുമില്ല. എനിക്കൊന്ന് രാത്രിയാന്ന് തോന്നുന്നു ഇതിൻ്റെ ടൈം. ഇത് ലോഫ്റ്ററിന് എത്രയും ചേട്ടാ? ഇതേ ഇവിടെ ലോഫ്റ്ററൊക്കെ വെച്ചേക്കുന്നു.
വലിയ ലോസ്റ്റർ നമ്മളെ സൂപ്പർ മാർക്കറ്റ് ഞാൻ ഓർക്കുന്നില്ല കുഞ്ഞെ. ഇത് പാനിപ്പൂരി ചേട്ടാ, പാനിപ്പൂരി. ഇത് പാനിപ്പൂരി ഒക്കെ ഇരിക്കുന്നു. ഇവിടുത്തെ വ്യത്യാസമുണ്ട്, ഇതിന്റെ അകത്ത് ചെറിയൊക്കെ ഇട്ടിട്ടല്ലേ. ഗൈസ് പാനിപ്പൂരി. പിന്നെ അതേപോലെ ഇവിടെ ലോബ്സ്റ്റർ, അതെ സീ ഫുഡിന്റെ ഏരിയകളാട്ടോ. അമ്പോ, ഇതൊരു വമ്പം കലക്കാൻ സംഭവമായി പോയല്ലോ. ഇവിടുന്ന് ഞങ്ങളൊന്ന് നടന്നു നോക്കട്ടെ. ലോബ്സ്റ്റർ, ചിപ്പി, ഇവിടെയൊക്കെ ആൾക്കാർ ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓ, ഇതിങ്ങനെ ഒരു ഇടുങ്ങിയ ഒരു സംഭവം കേട്ടോ, വളരെ ശ്രദ്ധിക്കണം. ഇതിൻ്റെ അകത്തൂടെ ബൈക്കുകൾ പോകുന്നുണ്ട്. ഇത് ആഹാ, ഇത് കൊള്ളാലോ. ഇത് ചിപ്പി, ലോബ്സ്റ്റർ. ആഹാ, ഒക്ടോപ്പസ്. ഇതേ നമ്മൾ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഇവരിതെല്ലാം ഗ്രില്ല് ചെയ്തൊക്കെ തരുന്ന പരിപാടികളാണ്. ഇങ്ങോട്ടുണ്ട്. ഇത് ഏതൊക്കെ ടൈപ്പ് സാധനങ്ങളാണെന്ന് നോക്കിയേ, എന്തൊക്കെ സാധനങ്ങളാണെന്ന് നോക്കിയേ. ഇത് പാനിപ്പൂരി ഇവിടെ ഫേമസ് ആണെന്ന് തോന്നുന്നുണ്ടോ? ഇതൊക്കെ എന്നാണല്ലോ ഇവന് മുളയ്ക്കകത്തുള്ള സംഭവങ്ങള്, മുളയില്ലാത്ത സാധനങ്ങള്. ഇപ്പോഴും നമുക്ക് കയറാൻ പറ്റുള്ളൂ. ഇച്ചോട് രാത്രി കഴിഞ്ഞ് ഇവർ ഒറ്റ പാട്ട് കൊടുക്കും നമുക്ക്. രവിൻ ചേട്ടാ, രവിൻ ചേട്ടാ ഇതിന് എത്രയാന്ന് ചോദിച്ചാൽ ചേട്ടാ നമുക്ക് കുറേ മേടിക്കാറുണ്ടോ? ഇതിന് $25 ഒക്കെ കേട്ടോ. 2000 ഇതൊക്കെ എന്നാണല്ലോ ഇവന്. സ്റ്റാർ മത്സ്യം തോന്നുന്നു. സ്റ്റാർ മത്സ്യം. ഇത് സീ ഫുഡ് മാർക്കറ്റ് ആണോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട് കേട്ടോ. പുള്ളിക്കാരുടെ എല്ലാ സാധനം തീർത്ത്. ഇത് നോക്കിയാ ചേട്ടാ, ഇത് കൊള്ളാലോ. ഇവിടെ കള്ള പെപ്സി അടിക്കുന്ന സ്ഥലം കേട്ടോ. ഇത് കിലോമീറ്ററോളം നടക്കണ്ടേ പിന്നേട്ടാ. ആദ്യം നമുക്ക് നടന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ഇത് പോർക്കിന്റെ ഐറ്റംസ്. പോർക്കാണ്, തവള പാമ്പ്. ഇതാണ്. എന്താണ് നീ മിണ്ടായിരിക്കാൻ ആരോടും. തവള പാമ്പ്, പിന്നെ അതുപോലെയുള്ള എല്ലാം കിട്ടും എന്നുള്ളതാണ് അറിയാൻ പറ്റിയത്. ഇതെന്നാന്ന് മനസ്സിലായോ? ഇതെന്നാ ആദ്യമായിട്ടാണ് കാണുന്നത്. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ കൊച്ചണ്ടി എന്ന് പറയും കേട്ടോ. അങ്ങനെയും പറയാം. നല്ല ലിച്ചി സെയിൽ ചെയ്യുന്ന സ്ഥലം കേട്ടോ. അത് ഇതങ്ങ് കിലോമീറ്റർ നീണ്ടുള്ളൂ. ഞങ്ങൾ ആദ്യം നടന്നിട്ട് എവിടുന്നാണ് നമുക്ക് കഴിക്കാൻ പറ്റിയത് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നെ ഒരു വലിയ ഉപകാരം, വലിയ പാട്ടും കൂത്തൊന്നുമില്ല. അവനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇച്ചോണ്ട് രാത്രി ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു രക്ഷ ഉണ്ടാവില്ല. പാട്ട് ഇപ്പൊ പറഞ്ഞു തീർന്നുള്ളൂ. ഏതോ എവിടെയോ പാട്ടും സംഭവങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തോരം നീളത്തിലാണ് കിടക്കണമെന്നല്ലോ. അങ്ങേ അറ്റത്തുനിന്നാണ് ഞങ്ങൾ വന്നേ. അവിടുന്ന് ഞങ്ങൾ ഇങ്ങേ അറ്റത്തോട്ട് പോവാ. ഇതാട്ടോ യഥാർത്ഥ ചില്ലി ചിക്കൻ. പിന്നെ ഇത് കോഴിക്കാല ലെഗ് വിത്ത് ചിക്കൻ. അത് ഇവിടെ ഉള്ളവർ ഭയങ്കരമായിട്ട് കഴിക്കും. ഇതിന്റെ ഒരു ചരിത്രം കോഴിക്കാല്, അതേപോലെ തന്നെ തവള, പല്ലി, അതേപോലെ വാർ ടൈം ഗൈസ്. അതിനെക്കുറിച്ച് ലഘൂകരിച്ച് ഞാൻ പറഞ്ഞു. നീ ഒന്നും മിണ്ടണ്ട. ഇത് ബീഫ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ. ബീഫ് അതുപോലുള്ള സംഭവങ്ങൾ. ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ ചിപ്പി അതുപോലെ സംഭവം. എടാ, നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കിട്ടെ, മൈക്ക് വെക്കാം കേട്ടോ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, വണ്ടി തട്ടല്ലേ. എനിക്കിവിടെ പറയാൻ സമയം കിട്ടും. ഇതേ മറ്റേ പൈസ കൊടുത്തിട്ട് മറ്റേ പാവനെടുക്കുന്ന സംവിധാനങ്ങൾ. ലിവിനെ, നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കി മൈക്ക് വെക്കാം. ഞാൻ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കി. ഗൈസ് നോക്കൂ, ഞാൻ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കി മൈക്ക് വെച്ചോട്ടോ. അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇതങ്ങ് കിടക്കും കേട്ടോ, കിലോമീറ്റർ നീളത്തില്. ബിസിനസ്സുകളല്ലേ ഈ ഇത് കണ്ടോ, തേങ്ങ നല്ല ചെത്തി ലെവലാക്കി ആർക്കോണിൽ എപ്പം വേണമെങ്കിലും കൊത്തി കൊടുക്കുന്ന സെറ്റപ്പ്. പറയുക കുത്തുക, ചിന്തയൊന്നുമില്ല. എടാ, ഇത് വേപ്പേഴ്സ് ആണെന്ന് തോന്നുന്നുണ്ടോ ലിബിനെ? വേപ്പേഴ്സ് ആണ്. ഇവിടുത്തെ മുട്ട എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, കാരണം അത് ബീഫ് ആട്ടോ. ഇതിന് എത്ര ചേട്ടാ? 12,000 K എന്ന് പറയുമ്പോൾ എത്ര ചേട്ടാ ഒരു പീസിനാ? ഏകദേശം മറ്റേ മധുരത്തിൽ ഉപ്പിലിട്ട പേരയ്ക്ക, ചെറി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ. ലിബി കൈ നോക്കണേ. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വന്നു. നല്ല കീടില സ്റ്റെയിൻലെസ് സ്റ്റീല്, കുരിശ്, ലോക്കറ്റ്, അതുപോലുള്ള സംഭവങ്ങൾ. ഇത് നമ്മുടെ നാട്ടിലെ പോലത്തെ ലോട്ടറി ആട്ടോ. ഇഷ്ടംപോലെ ലോട്ടറി. ഇവിടെ ആൾക്കാർ പ്രൈവറ്റ് ആയിട്ട് വിൽക്കുന്നുണ്ട്. ലോട്ടറി സർക്കാരിന് വേണ്ടി ഇവിടെ ലോട്ടറി. എത്രയും ചേട്ടാ? ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക്കലി വന്നോളൂ. 3 0 ഉണ്ടാവുമായിരിക്കും. ഒന്നുകൂടെ നടിപ്പിച്ച ചേട്ടാ സാധനം മേടിക്കാന്ന് വിചാരിച്ചായിരുന്നേ. പക്ഷെ ഇതിന്റെ വില ഒരു കറക്റ്റായിട്ട് അവർക്ക് അറിയില്ല. പോവാ ചേട്ടാ, സമയം കളയണ്ട. സമയം അവർക്ക് പൈസ പറയാൻ അറിയത്തില്ലോ. ഞങ്ങൾ വീണ്ടും ഫ്രണ്ടിലേക്ക് നടക്കുവാണ്. ഇതോടുകൂടി സംഭവം കഴിഞ്ഞോട്ടോ, ചത്തു. ഇത്രേ ഉള്ളോ? ചെറിയൊരു ഇതാണ് സീ ഫുഡ്. ഇത് തന്നെയാണ് ഇവിടേട്ടൻ പറഞ്ഞ മാർക്കറ്റ്. നിങ്ങൾ ആ ലൊക്കേഷൻ ഒന്ന് നോക്കി. ഇപ്പൊ കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ എനിക്ക് തോന്നുന്നത് ഇത് അടിപൊളിയാട്ടോ. 30 Kക്ക്
ഇതെന്നാ ഇത്? ചിക്കൻ ഫ്രൈ ചെയ്ത് മറ്റേ പക്കാട പോലത്തെ ചിക്കൻ പക്കാവടയുടെ ഇത് ചെറിയ കോഴി. പിന്നെ നീ വാങ്ങുവാണ് ഇത് മേടിച്ചോ, കാടമുട്ട. ഇതോ ഇത് ചിക്കനാ? ഈ ചിക്കനാടാ. ഇത് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, പല ടൈപ്പ് ഫുഡുകളുണ്ട്. ചിപ്പി അതുപോലുള്ള സംഭവങ്ങൾ. എബിൻ ചേട്ടാ, ആ വലിയ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണോ മാർക്കറ്റ്? കണ്ടില്ലേ, അതാ വേറൊരു സ്ഥലം അതാ കിടക്കുന്നു. നമുക്ക് അങ്ങോട്ട് ഇതൊരു അറ്റമാണെന്നുള്ളൂ കേട്ടോ. ഇതെല്ലാം മൊത്തം നടക്കാനായിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങോട്ടാ പോണ്ടേ? ഈ ഒരു വരിയിൽ നിന്നും ഞങ്ങൾ അടുത്ത വരിയിലേക്ക് സഞ്ചരിക്കുകയാണ്. ഇത് ഇവിടെയൊക്കെ കുറേ സാധനങ്ങൾ വിൽക്കായിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഉണക്ക മത്സ്യമാണെന്ന് തോന്നുന്നു. ഉണക്ക മത്സ്യം, പിന്നെ അതുപോലുള്ള സംവിധാനങ്ങൾ. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഞെക്കി നോക്കണ്ടല്ലോ ഇവനെ, ഡാമേജ് സംഭവിക്കും. ഇതേ നമ്മളിങ്ങനെ നടന്നു നോക്കുകയാണ് ഓരോ ഏരിയയിൽ കൂടെ. ഇതെങ്ങനെയാണ് എവിടെ അങ്ങോട്ട് ചെന്ന് എത്തുന്നതെന്ന് ഞാൻ കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. ഇതൊരു വലിയ മാർക്കറ്റ് കേട്ടോ. പൂക്കള്, ഫുഡ്, അതുപോലുള്ള അതിനടാ ഒരു മനുഷ്യന്റെ ജനനം തൊട്ട് മരണം വരെ എല്ലാ ഫംഗ്ഷനും പൂ ഉപയോഗിക്കും. അതൊരു യാഥാർത്ഥ്യം. നീ തൊട്ട് അവസാനം എന്റെ വരെ എടാ, നീ ആ സൈഡിൽ കൂടെ നടക്കില്ല. പിന്നെ അറിയാതെങ്ങാനും കൈവെല്ലാം തട്ടിക്കഴിഞ്ഞാൽ പണി വാളിപ്പോവും. ഇവിടുത്തെ നമ്മൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ ഫുള്ള് പൂ അതുപോലത്തെ സംവിധാനങ്ങളൊക്കെ കേട്ടോ. ഇവര് പൂവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു. ഇത് ആർട്ടിഫിഷ്യലാ എബിൻ ചേട്ടാ, ആർട്ടിഫിഷ്യലാ, ഒറിജിനൽ അല്ല. ഈ കാണുന്ന ഈ ഒരു പൂക്കൾക്ക് താമരമൊട്ട വെള്ളം ചീറ്റി കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ വെള്ള ആമരമൊട്ടുണ്ട്. അവിടെ വീഡിയോ എടുക്കരുത്. വാ, വെറുതെ വലയം വള്ളിക്കെട്ട് നോക്കണ്ടല്ലോ. എല്ലാ സ്ഥലത്തും കുറെ സ്ഥലങ്ങളിൽ വീഡിയോ എടുക്കരുതുണ്ട്. ഇതൊക്കെ വീഡിയോ എടുക്കലെന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താ, പൂക്കളുടെ വീഡിയോ എടുത്താൽ എന്താണെന്നറിയില്ല. ഇവിടുത്തെ എന്തെങ്കിലും ഒരു ഇതായിരിക്കും കേട്ടോ. എതിലെയോ നടന്ന് എതിലെയോ എത്തി ലാസ്റ്റ് വീണ്ടും ഞങ്ങൾ എനിക്ക് ഇതൊക്കെ കാണുമ്പോഴേ ആരെ ഓർമ്മ വരുന്നറിയോ? നീ ആരെ ഓർക്കുന്നത്? ഷെർലീനെ. അതിനടാ എത്ര സ്ഥലത്ത് ഇത് കൂടെ സാധനം മേടിച്ചിട്ടുണ്ട്. ശരി കേട്ടോ. ഇത് നമ്മൾ വീണ്ടും ആ സെയിം സ്ഥലത്ത് തന്നെ എത്തി കേട്ടോ. ഇത് മണ എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് തന്നെ എത്തി. എബിൻ ചേട്ടാ, വന്ന സ്ഥലത്ത് തന്നെ എത്തി. നമുക്ക് അങ്ങോട്ടായിരുന്നു നടക്കണ്ടേ. ഏതാ? ഇതാണ് നമ്മളെ കണ്ടതിലുള്ള സംഭവം. നമുക്ക് അവിടെ തന്നെ കഴിക്കാം ചേട്ടാ. കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, ഇത് സ്കൂളാട്ടോടാ. ഒരു കാര്യം ശ്രദ്ധിച്ചോ, അല്ല കരാട്ട പോലെ ആയുധകാലം എല്ലാരും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ പാനിപൂരിക്ക് എത്രയാ? 35K. 35K അതെത്രയാ? നമുക്ക് ആ മറ്റേ കുടത്തിലിട്ട് കഴിക്കുന്ന സാധനം മേടിച്ചാലേ ഇവനെ, വെള്ളത്തിലിട്ട് കഴിക്കുന്ന അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് പിന്നേട്ടാ ഇവിടെ. ലിവിനെ അത് മേടിച്ചാലോ? മേടിക്കാം. പക്ഷെ ഇത് എങ്ങനെയാ ഇതിന്റെ പരിപാടി? ഇതാ കുടം കാണുന്നില്ലല്ലോ. ഇതാ കുടത്തിലിരുന്നൊരു പരിപാടിയാണ്. ഒരു ബോയിൽ ചെയ്യുന്നൊരു പാത്രമുണ്ട്. ഇവിടെ ഒരു കടയിൽ വന്നു. അപ്പൊ ഇവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓക്കെ, ദിസ് വൺ 2 പീസ്. എത്ര ചേട്ടാ ഒരെണ്ണത്തിന്? 4 പീസ്. വാട്ട് ഈസ് ദിസ്? Cambodian beef with my dad recipe. Okay, 4 piece. 4 piece. Yeah. This one? This one chicken. Chicken. Okay, 4 piece. 4 piece. Yeah. What is this? This one pork belly. Pork. Pork. Yeah, from here. Oh, ഇവൻ ചേട്ടൻ നമുക്കും പോരെ. ഇവൻ കഴിക്കാം 2 piece. Yeah, 2 piece. Okay. This one famous. ഇത് കോഴിയുടെ കാലാട്ടോ. This one famous for 20 years. What is this? This one pork. Okay, 2 piece. പിന്നെ എടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാത്തിനും നമുക്കിവിടെ അടിച്ചു തരുവാണോ? വെജിറ്റബിൾ എന്തെങ്കിലും വേണോ ചേട്ടാ? How much this one? 20 because it's really big, man. നിങ്ങൾക്ക് 3 മേടിക്കാല്ലേ? തിന്നാൻ പറ്റൂല കേട്ടോ. ഓക്കെ, 3 piece. 2 piece. നിനക്ക് നീരാളി വേണോ? വേണ്ട, പൊരിച്ചൊന്നും തിന്നാൻ പറ്റൂല എനിക്ക്. ഇത് ഗ്രില്ല വേണ്ട, അങ്ങനത്തെ സാധനം തിന്നരുതെന്നാ പറഞ്ഞത്. ആണോ ചേട്ടാ? എന്നോട് കഴിക്കരുതെന്നാ പറഞ്ഞത്. How much this one? This one depends on the size. How much one piece? This one 80. I discount you to 70. എത്ര ചേട്ടാ? Yeah, all fresh. How much? 80. I discount to you guys to 70. 70,000. So No. really big, man. No. Okay, this one okay. How about this one? No. This one okay. നമുക്ക് ഇതന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. Want to try anything? This one 10. Okay, 2 this. Yeah, 2 this. അത് കൂണ നല്ല രസമായിട്ട് ഇത്. കൂണ ചേട്ടാ, അടിപൊളിയാ. അത് അടിപൊളി സാധനം ചേട്ടാ. Want to try this one? Okay. Okay. So take a sit over there, yeah. Is here? No. Dạ dẫn rồi. ഓ, അവിടെ സീറ്റ് പിടിച്ചോളാം. നമുക്കവിടെ ഇതിനെത്രയാ? ഹൗ മച്ച്? ഇതെത്രയാ ചേട്ടാ? 25K എന്ന് പറഞ്ഞാല് ഇത് ഫ്ലേവർ ആയിട്ടുള്ളതുണ്ട്. മാംഗോസിനുണ്ട്, ചക്കയുണ്ട്, പൈനാപ്പിൾ ഉണ്ട്. 25K എന്ന് പറയുമ്പോ എത്രയാ? 15K ഉണ്ട്, 25K ഉണ്ട്. എത്രയാ? ഇതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് നോക്കണം കേട്ടോ. 82 രൂപ. അപ്പൊ നമുക്ക്
ഏതാണ് പൈനാപ്പിൾ ഇട്ടോളൂ. ദിസ് ഈസ് 3 യാ. എവിനെ നമ്മള് മഡ്ഡാമസിലേ എവിനെ മഡ്ഡാമസിൽ ഇരുന്നിട്ട് എനിക്ക് ആ കോമഡി ഇപ്പോഴും ഓർക്കുന്നില്ല കേട്ടോ. ഓർക്കുന്നില്ലേ? എന്നാ നീ പറയണ്ട കേട്ടോ. എന്റെ കാര്യം എന്താ ഇവൻ പറഞ്ഞു കേട്ടോ ഓർക്കുന്നില്ല. ഇതേപോലത്തെ ഒരു ചെറിയ കസേര കേട്ടോ എനിക്ക് കഴുത്തെ തൂക്കിക്കൊണ്ടിട്ട് നടക്കാം കേട്ടോ. ഇവിടെ ഉള്ളൊരു കുഞ്ഞു മനുഷ്യരാണ്, അതിന് തൂക്കമില്ല വരും. കൂടുതൽ 50 കിലോ കാണും. അങ്ങനെയുള്ളവർക്ക് നമ്മുടെ അവിടെ കുഞ്ഞു പിള്ളേർക്ക് ഇതല്ലേ മേടിച്ചു കൊടുക്കുന്നത്. സീ ഫുഡ് നമ്മൾ മേടിച്ചില്ല കേട്ടോ ചേട്ടാ. അത് നമുക്ക് ഇപ്പുറത്ത് വന്നിട്ട് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് അല്ല നോക്കാം വാ, എന്നാ വില നോക്കാം വാ. ഇത് ഇവിടെ ഒരു സീ ഫുഡിന്റെ ഏരിയ എവിടെയാ? അവിടെ എവിടെ ഉണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ലിബിന്റെ കൈക്ക് റെസ്റ്റ് കൊടുക്കണം കേട്ടോ. അപ്പുറം കാണിച്ചാ ലിബി, അപ്പുറം സൈഡ് കാണിച്ചാടാ. ഓ കാണിക്കാൻ പറ്റൂല കേട്ടോ. ഇത് മൊത്തം പാച്ചാട്ടോ, വേദനയുടെ പാച്ച് ഒട്ടിച്ചാക്കുന്നതാണ്. നീര് വലിയുന്നുണ്ട്. ഇതാണ് ആ ഒരു ഓപ്പറേഷൻ ചെയ്ത ഭാഗം കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിടിക്കുക, എക്സസൈസ് ചെയ്തോണ്ടേ ഇരിക്കണം അല്ലേ? എവിഞ്ഞാട്ട് ഇവിടുന്ന് വാക്കി സ്ട്രീറ്റിലേക്ക് എന്തിനാണെന്ന് അടിച്ചു നോക്കത്തില്ലായിരുന്നു. ആള് വന്നപ്പോ അതിന്റെ കൂടുതൽ പട്ടീനെ നോക്കിയേ. ഈ ബൈക്കെ പട്ടി അത് കലക്കിട്ടോ. ദൈവമേ കുണ്ടിയാണല്ലോ പട്ടിക്ക് വരാൻ കിട്ടിയത് വീഡിയോ പിടിച്ചപ്പം. ഇതാണ് നമുക്ക് കിട്ടിയ കരിമ്പിൻ ജ്യൂസ്. കുത്തുന്നു കുടിക്കുന്നു, അടിപൊളി സാധനം തോന്നുന്നു. പെട്ടെന്ന് കുടിച്ചിട്ടുണ്ട് കരിമ്പിൻ ജ്യൂസ് കിട്ടും. ഇല്ല ഐസ കിട്ടും. ഇല്ല ഐസ കിട്ടുള്ളൂ. ഐസ് ഇതിന്റെ വലിപ്പം നോക്കണ്ട, മുക്കതും ഐസാ. പൈനാപ്പിൾ ടേസ്റ്റ് ആട്ടോ. താങ്ക് യു. പക്ഷെ ഗ്രില്ല് ചെയ്യാൻ കൊടുത്തവൻ ആ വഴിക്ക് പോയെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് എത്രയും ചേട്ടാ ബില്ലൊക്കെ ഉണ്ട്? 60,000 രൂപ. അപ്പം കുറവാണല്ലോ അല്ലേ? 60,000 പൈസ കഴിഞ്ഞ ഞാനൊക്കെ എത്രയോ രാജ്യത്ത് ഫ്രീ ആയിട്ട് പൈസ കൊടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? നമുക്ക് എത്രയോ പറ്റിയിട്ടുണ്ട്. നോക്കിക്കടെ പട്ടിക്കുട്ടി ഇരിക്കുന്നില്ല. പിന്നെ നേരത്തെ പട്ടിക്കുട്ടിനെ പിടിക്കാൻ കുണ്ടി കിട്ടിയ, എപ്പോഴെങ്കിലും പട്ടിനെ കിട്ടണം. പിന്നെ കുറെ സൈസ് ബ്രീഡ് ഉണ്ടായിരുന്നു ഇവിടെ, കുഞ്ഞു 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 സാധനങ്ങള് ഇവിടുത്തെ നാട്. ഗൈസ് നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങള് ഇതാ എല്ലാം ഇങ്ങനെയൊക്കെ ആക്കിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. Sir, can I get the money? How much? കൊടുക്ക്. How much? ഇതാ ഇവൻ ചേട്ടാ, ഇതാണ് കൂണ്. ഇത് കൊടുക്കുക ചേട്ടാ. Put in this sauce. Very cool. This sauce. കൂണും ബീഫും. ഈ കൂണ് നല്ല കേട്ടോ. അതിന്റെ സോസ് നോക്കട്ടെ. സത്യം ഈ കൂണ് നല്ല. ദമ്മേ സോസ് പോലെ കേട്ടോ. ഇതിന്റെ സാധനം ഫുഡ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട് പോയ രാജ്യത്തിലെ ലാവോസ്. കപ്പളങ്ങ. എവിനെ കപ്പളങ്ങയും Papaya. ചപ്പും. അനദർ നെയിം ഈസ് കപ്പളങ്ങ. എത്ര ചേട്ടാ അപ്പൊ? പിന്നെ കൂട്ടാ, കഴിച്ചിട്ട് കൂട്ടാം. ഇതെന്നെ സാധനം ഇത്? ഇത് കൂണും ബീഫും കൂണും ബീഫും. ഇത് നമ്മൾ ഓർഡർ ചെയ്ത ബീഫ്. രസമുണ്ടോ? ബീഫ് ആട്ടോ ഇത്. ഒരു പ്രത്യേക ടേസ്റ്റാ. ചേട്ടാ എങ്ങനെയുണ്ട്? ഇന്ന് വൈകുന്നേരം വീട്ടില് വീഡിയോ കാണുമ്പോഴേ വീട്ടിൽ നിന്ന് കൂണ് ഓടാത്ത ഞാൻ ഇവിടെ വന്നിട്ട് കൂണ് നല്ല അടുത്ത ഇതുണ്ടോ? ഇത് എങ്ങനെയുണ്ടാ? പ്രോൺസ്. നന്ദി കഴിച്ചു. അടിപൊളി. അടുത്ത പ്രോൺസ്. അയ്യോ അപ്പൊ എവിൻചേട്ടന് പ്രോൺസ് ഇല്ല. സാറില്ല എവിൻചേട്ടാ, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ത്യാഗം സഹിക്കും. എന്റെ എവിൻചേട്ടൻ കഴിക്കുന്ന ഇത് നിനക്കുള്ള ചിക്കൻ. ഇതെന്നായിരുന്നു എവിൻചേട്ടാ? പോർക്ക്. ഞാൻ കുറേ സാധനം ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ ഗൈസ്. ഇത് ബീഫാണേ, പക്ഷേ വെന്തില്ലല്ലോ. ഇത് മാത്രമേ ഉമ്പിപ്പോയതുള്ളൂ. 25,000 കയ്യെന്ന് പറയുമ്പോ 2,50,000 എന്ന് പറയുമ്പോ ഏകദേശം നമ്മുടെ നാട്ടിൽ ഒരു 1,500 രൂപ 1,600 രൂപ ആണോ ചേട്ടാ? 1,500 രൂപയുടെ ഭക്ഷണം ഉണ്ടേ കാണുന്നു. ഇച്ചിരി കോസ്റ്റ്ലി അല്ലേ? ഒറ്റ സ്ഥലത്ത് വന്നിട്ട് നികത്താൻ. നീ എന്തെങ്കിലും ഒന്ന് കഴിക്കടാ. പിന്നെ എനിക്കിത് എണ്ണ ഉള്ള സാധനങ്ങൾ തുടരുന്ന പറഞ്ഞു. പ്രോൺസ് ഇല്ല, ഇതൊക്കെ എണ്ണ തൊട്ട ചിക്കൻ. എണ്ണ തൊട്ട സാധനം എന്നെ പണി കിട്ടും. ഞങ്ങള് ഇത്ര മൊത്തം കഴിച്ചതിന് പൈസ അത്ര ആയല്ലോ. 833 രൂപ ആയതേ ഉള്ളൂ. അപ്പൊ ഇനി ലിബിന്റെ അത് കെട്ടിക്കൊടുക്കാൻ ചേട്ടാ, എന്നിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി. തെറ്റായിട്ട് വളർത്തുന്നാട്ടെ എലി. ഇതേ വളർത്തലി. ഇത് നമ്മുടെ നാട്ടിലൊക്കെ വളർത്താറുണ്ട് ഈ എലീനെ. ഇതൊക്കെ എന്താ ഇത്? പോർക്ക് ഐറ്റംസ് ആണെന്ന് തോന്നല്ലേ? ഇതെല്ലാം പോർക്ക് ഐറ്റംസ് ആട്ടോ. അതൊക്കെ എന്തിൻ്റെയോ കാലാ. വാ, ഇവിടെ ഞാനൊരു വെറൈറ്റി സാധനം കണ്ടിട്ടുണ്ട്. ഇവര് വളർത്തുന്ന. ഞങ്ങൾ ഇവിടെ വന്നപ്പോഴേ ഇത് ചെറിയുള്ളി. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഈ ഒരു സാധനം മേടിച്ചു കേട്ടോ. കൂന്തല്. ഈ ഒരു സെറ്റിനാണ് ഇവൻ ചേട്ടാ. രണ്ടെണ്ണം പറ ലഭിക്കുവാണോ? എനിക്ക് എന്റെ പകുതി മതി നിങ്ങളെ. ഓ, ഇങ്ങനെ ഒരു ഇത് ഉണങ്ങൂലെന്നാ പറഞ്ഞേ. എണ്ണയല്ലേ സാധനം, പറ്റൂല എണ്ണ. അത് ലാഭമാണല്ലോ. 35 എത്ര? 100
116 ഇതാട്ടോ എന്നെ അത്ഭുതപ്പെടുത്തിയ സാധനം. എന്തൊക്കെ സെറ്റപ്പ് അല്ലേ. ലിച്ചി അല്ലേ ഇത്? ലിച്ചി ചെയ്ത് പിന്നെ എത്രയാണ് ചേട്ടാ ചോദിച്ചു ചേട്ടാ? വെറുതെ ചോദിച്ചാൽ എത്രയാണ് കിലോ? ലിച്ചി അല്ലേ? എത്രയാന്ന് ചോദിച്ചേ? എത്രയാന്ന് ചോദിച്ചേ? ആ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം കിട്ടിയേട്ടാ. അതിൻ്റെ അടുത്ത് എന്തോ ചപ്പും മാങ്ങയൊക്കെ ഉണ്ട്. എത്രയാണ് ചേട്ടാ? 25,000 രൂപ. നല്ല കിടില സാധനം. ഒരെണ്ണം ഞാനെടുത്ത് ഒട്ടിച്ച് നോക്കണം കേട്ടോ. 25,000 രൂപ എന്ന് പറയുമ്പോൾ 80 സംതിങ് വരത്തുള്ളൂ കേട്ടോ. ഓ ഇത്രയും സാധനത്തിനോ? ലാഭമാണല്ലോ. നല്ല ലിച്ചിയാ, വെറൈറ്റി ലിച്ചി കേട്ടോ. നല്ല കിടിലൻ ലിച്ചി കേട്ടോ. കിടിലൻ സാധനം. പക്ഷെ കുരു കൂടുതലാ, മറ്റേ ഇത് കുറവും കൂടിയാ. വലിയ കുരു ആണ് നമ്മളിപ്പം പറഞ്ഞ കൂന്തൽ. ആ കേട്ടോ 83 രൂപ സാധനം കണക്ക് കൂട്ടി വന്നപ്പോൾ 600 രൂപ. എന്നെ പറ്റിയ വലിയ ടേസ്റ്റ് ഇല്ലാത്ത സാധനം കേട്ടോ അത്. ഇത് കൊള്ളാം. ഇത് കറക്റ്റ് കണക്കാണോ? എന്നാ ഇത് കൊള്ളാം. നീരാളിയുടെ മാല്. ബീഫിന്റെ ഒരു സാധനം മേടിച്ചായിരുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ അടുത്ത് കഴിക്കണം. ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങി കേട്ടോ. നമ്മുടെ നല്ലപോലെ തന്നെ ബീഫ് മധുരം ഉണ്ടോ? ലഭിക്കണോടാ? വേണ്ട മധുരവാ. നമ്മൾ ഇറങ്ങി ഞാൻ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോവാണ്. പക്ഷെ നല്ല തിരക്കാട്ടോ. നമ്മൾ സാധ്യതയുണ്ട്. മഴ പെയ്യാനുള്ള സാധ്യത. ഇടിവാളും മിന്നലൊക്കെ. പിന്നെ ഇത് തന്നെയാട്ടോ എൻട്രി. ഇത് തന്നെയാ എൻട്രി. എന്റെ പൊന്നെ ഇവിടുത്തെ ട്രാഫിക് ജാം ഉണ്ടല്ലോ, അസാമാന്യ ട്രാഫിക് ജാമാ. ഒരാള് ഗ്യാപ്പ് തരില്ല കേട്ടോ. ഗ്യാപ്പ് കിട്ടിയാൽ പാടാ പോവാനും. കുത്തിക്കാറ്റാ. ബാബാ അയ്യോ അവൻ പൊക്കോളാനാട്ടോ പറഞ്ഞേ. ആണോ? എബിൻ ചേട്ടൻ എന്തിയാടാ? ബാബാ കുടുങ്ങിപ്പോയി. ബാ ഈ സൈഡിൽ നിന്ന് നമുക്ക് ബസ് നോക്കണേ. ബാ ഹായ്. നമ്മുടെ നാട്ടിലെ ഇന്നോവ ക്രിസ്റ്റ ഇവിടുത്തെ മെയിൻ സാധനം തോന്നുന്നു കേട്ടോ. അല്ലടാ ഇവിടെ പലതരം കേക്ക് നോക്കിയാ. കേക്ക് നോക്കിയാ ചേട്ടാ. കേക്കിന്റെ ഒരു കമനീയ ശേഖരം. ചെറി എല്ലാം ഉണ്ടല്ലോ. ഇന്ന് എബിൻ ചേട്ടൻ ആദ്യമായിട്ട് മറ്റേ മസാജിന് പോകല്ലേ? ഒരെണ്ണം മേടിച്ചാലോ? മസാജിന് പോകുന്നതിന്റെ ഭാഗമായിട്ട് കേക്ക് എന്നാ പോവാ. ഇയാളെ ഒന്ന് മസാജ് ചെയ്യിപ്പിക്കണം എന്റെ ആഗ്രഹം. ബാക്കിയുള്ളത് കേക്കായിരിക്കും. പുള്ളിക്കാരില്ലേ കല്യാണം കഴിച്ചിട്ട് ഒരു 6 മാസം ആയതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഡൈവോഴ്സിലോട് കൈ കൊടുക്കാന്നല്ലേ. വലിയ കാലിച്ചുട്ടി ഡ്രോൺ DJ കമാൺ. എന്റെ അമ്മേ തേടിയ വള്ളി കാലിച്ചുട്ടി. ഡിജയുടെ ഞങ്ങൾ മേടിച്ചിട്ട് മുമ്പിൽ പോയ സാധനം ഇതാ. കൊള്ളൂല കേട്ടോ. ഞാൻ എന്താണ് ഈ ഹോളി ലാൻഡ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഫോറും അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. ഡിജയുടെ മെയിൻ സെറ്റപ്പ്. ഡിജയുടെ ഈ ഡ്രോണ് മാത്രമേ കൊള്ളുള്ളൂ. പിന്നെ ഈ സാധനം ഏതാടാ? ട്രൈപോഡും ഗിംബൽ. അതിന്റെ വില എത്രയാന്ന് നോക്കിയേ. ഓഫർ പ്രൈസിൽ എത്ര കിട്ടും നോക്കട്ടാ. നല്ല പ്രൈസാണ് പറഞ്ഞാൽ മേടിക്കണം. ഹൗ മച്ച്? $. കൂട്ടിക്കുക. $. കാൽക്കുലേറ്റ് $. ഉദ്ദേശിച്ച മിനി പ്രോ കോംബോ 45 മിനിറ്റ് വർത്താൻ സാധനമാണ്. അതിന് തുറക്കടാ. അതിന് 82,000 രൂപ കേട്ടോ. അത് ഇച്ചിരി കൂടുതലാണ്. ഈ കട ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ട കേട്ടോ. ഈ ഡ്രോൺ ഏറ്റവും നല്ലത് ദുബായ് പോകുമ്പോൾ മേടിക്കുന്നതാണ്. അതായത് ഷോപ്പുമായിട്ട് പരിചയമുണ്ട്. ഓർച്ചറേറ്റ് സാധനം നീ ശ്രദ്ധിച്ചോടാ. എല്ലാ കടകളിലും ഇതേപോലെ ലൈറ്റിംഗ് പരിപാടികളാണ് ബമ്പൻ അല്ലേ. ഇവിടെ അതെ ചൈനയിലല്ലേ, തായ്ലൻഡിൽ അതെ, കംബോഡിയയിൽ അതെ, വിയറ്റ്നാമിലതെ, ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ മൊത്തം അതേപോലെ ഇറങ്ങി വന്നില്ലല്ലോ. ഞങ്ങൾ പെട്ടു കേട്ടോ. 6 മണിക്ക് ശേഷം ബസ്സില്ല. അപ്പം ക്രാബ് പിടിക്കണം. ക്രാബ് പിടിക്കാം. ഇനി എബിചേട്ടനെ പിടിക്കുവാണെങ്കിൽ എന്തെങ്കിലും വഴിയുണ്ടോ? ഞാൻ അവിടെ ചില മാലിന്യം കയറി പിടിച്ചോളൂ. ഇത്ത സ്ഥലത്തോട്ട് പോകണേ ടാക്സി വേണം. ടാക്സിക്ക് 34,000 രൂപയാണ് കാണിക്കുന്നത്. എത്രയും ചേട്ടാ? കറക്റ്റാണോ? 34,000. ഓക്കെ 34,000 എന്ന് പറയുമ്പോൾ ഏകദേശം 100 സംതിങ് ആണ്. അപ്പോൾ അത് എടുത്തേക്കാട്ടോ. ബുക്ക് ചെയ്യട്ടെ കാർ ബുക്കിംഗ്. ഗൈസ് നമ്മുടെ വണ്ടി ഇതാ കേട്ടോ. 51H ഈ സാധനമാണ് വരണ്ടേ. ഇവിടുത്തെ രജിസ്ട്രേഷൻ ആയിരിക്കും. എയർപോർട്ടിൽ ചെന്നപ്പോൾ അങ്ങനെ വലിയ വൃത്തിയൊന്നും പറയാനായിട്ടൊന്നുമില്ല കേട്ടോ. 51H ഇതാണോ? ഇതാ ക്ലബ്ബ്. ഇതാണോ 51H? ഇന്നോവ ആണല്ലോ വന്നേ. റെഡി ടു ഇതാണ് ചേട്ടാ. ഉറപ്പാന്നോ? 51. ഇത് തന്നെ കേട്ടോ വണ്ടി. ഗൈസ് ഫൈനലി ഞങ്ങൾക്ക് ഇത് കിട്ടി. ഞങ്ങൾ ഇനിയിപ്പോൾ കൊണ്ടുവിടും. ഇതിനെ കയറിക്കോ. നല്ലൊരു ഇന്നോവ കിട്ടി കേട്ടോ. നല്ലൊരു ഇന്നോവ കിട്ടിയപ്പോൾ ആ ഇന്നോവയിൽ തന്നെ പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഞാൻ കയറട്ടെ കേട്ടോ. ഇല്ല എന്നെ കൂട്ടാതെ പോകും. അങ്ങനെ നമ്മൾ ടാക്സിയിൽ വന്നിറങ്ങി. നമ്മളങ്ങനെ വിയറ്റ്നാമിൻ്റെ വാക്കിംഗ് സ്ട്രീറ്റ് കാണാൻ വേണ്ടി പോവാണ്. അങ്ങോട്ട് ഇനി ഒന്നും സംസാരിച്ചെടുക്കാൻ പറ്റൂല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഫുള്ള് പാട്ടും കൂത്തൊക്കെ ആയിരിക്കും. അതുകൊണ്ട് എങ്ങനെയാവും എന്നറിയില്ല.
ഇത് തന്നെ കേട്ടോ. ഇവിടുന്ന് വേണം നമുക്ക് നേരെ ആ ഫ്രണ്ടിലേക്ക് പോകാൻ. ഇവിടം വരെ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി അങ്ങോട്ട് ഫുള്ള് പാട്ടായിരിക്കും. ഫുള്ള് പാട്ടായിരിക്കും. അങ്ങനെ നമ്മൾ ഇവിടെ മഴയാട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴയുണ്ട്. ഇനിയിപ്പോൾ പാട്ടും കുത്തുമായിട്ടോ. തന്നന്നം നാനാനേ താനാനാനേ നനന തന്നന്നം നാനാനാനേ നാ ഭൂലോകം പായുന്നേ കാണാമറയത്തെന്നും ഈ നെഞ്ചം തീരം തേടുന്നേ ഇടനെഞ്ചിൻ തീരം തേടി മഴവില്ലായി മാറും നേരം ആരാരും കാണാതെ എന്നും ദൂരെ പോകും പോലെ തന്നന്നം നാനാനേ താനാനാനേ നനന തന്നന്നം നാനാനാനേ നാ ഭൂലോകം പായുന്നേ കാണാമറയത്തെന്നും ഈ നെഞ്ചം തീരം തേടുന്നേ അനുദിനമെന്നും തേടുന്ന പുതുവഴിയെല്ലാം കാണുന്ന ചങ്ങാത്തങ്ങൾ നെഞ്ചിൽ ചേർക്കുന്നേ പല മുഖമെല്ലാം കാണുമ്പോൾ പലവിധമെല്ലാം ചൊല്ലുന്നേ ഞങ്ങൾക്കെന്നും കൂട്ടായി മാറുന്നേ അതിരില്ല സ്നേഹം മെല്ലെ നമ്മിൽ ചേരുമ്പോൾ കാണുന്നൊരു ലോകം തേടി മെല്ലെ പോകുന്നേ ഇല്ല കാലം സ്വപ്നം കണ്ടത് നേടിയെടുക്കുമ്പോൾ ആരോ ചൊല്ലും കള്ളക്കഥ ഇത് കേൾക്കാൻ നിൽക്കല്ലേ തന്നന്നം നാനാനേ നാനാനേ നനന തന്നന്നം നാനാനേ നാ ഭൂലോകം പായുന്നേ കാണാമറയത്തെന്നും ഈ നെഞ്ചം തീരം തേടുന്നേ ഇടനെഞ്ചിൻ തീരം തേടി മഴവില്ലായി മാറും നേരം ആരാരും കാണാതെ എന്നും ദൂരെ പോകും പോലെ തന്നന്നം നാനാനേ താനാനാനേ നനന തന്നന്നം നാനാനേ നാ തന്നന്നം നാനാനേ നാനാനേ നനന തന്നന്നം നാനാനേ നാ किस और जाना क्या पता निकल पड़ा था अकेला बनता गया एक कारवां जिंदगी का सफर अनोखा जिंदगी का सफर अनोखा ख्वाबों की डोली में मोतिया सपनों के लेकर हम आए हैं आसमां को छूने भूल कर सारे गम उम्मीदें लेके हम
हवा के संग आए हैं आसमां को छूने पल दो पल की है जिंदगी जी ले हर पल जी भर के ओ याए ओ याए सपने सारे सच होंगे दुनिया को हम जीत लेंगे सफर ये कितनी मुश्किल क्यों ना हो दिल की जहां में उड़ने लगे हौसले के सो ഗൈസ് ഫൈനലി ഞങ്ങൾ പുറത്തിറങ്ങി. പഞ്ചാബികളൊക്കെ ഇതാ നിൽക്കുന്നു. എല്ലാ സ്ഥലത്ത് ചെന്നാലും പഞ്ചാബികളുണ്ട് കേട്ടോ. തായ്ലൻഡിൽ ചെന്നാലും ഉണ്ടോ. അതിൽ നമ്മൾ എവിടെയോ കാണാത്ത കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ മലയാളി എല്ലായിടത്തും ഉണ്ടാവും അല്ലേ. ഞങ്ങൾ ഫൈനലി തിരിച്ചു പോവാണ്. 51 60 ഇതാന്ന് തോന്നുന്നല്ലേ. ഗൈസ് നോക്കൂ, ഇതാണ് നമ്മുടെ ക്രാബ്. ഇതാ കാണുന്നത് ഹൂണ്ടായി ആക്സെന്റ്. അവൻ വരും ഇങ്ങോട്ട്. ഇതല്ല വരുമോ? എന്നാ അങ്ങോട്ട് പോവാം. ബാ അതിലെ കയറി അങ്ങ് പോവാം ചേട്ടാ. ഇതിലും ക്രോസ് ചെയ്യാം. ഫൈനലി ഇവരുടെ ഈ ഒരു ഇതിൻ്റെ അകത്ത് ഞങ്ങൾ പോവാണ്. കൈസ് ഇപ്പോഴല്ല കേട്ടോ ശരിക്കും തുടങ്ങുന്നത്, രാത്രിയിലാണ് തുടങ്ങുന്നത്. ഒരു 3/4 മണിക്കൂർ സമയം കൊണ്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആവും. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ. കണ്ടു, സന്തോഷം. പക്ഷേ അത്ര വലുതൊന്നും അല്ല കേട്ടോ. ഇത് തന്നെ 51G 47.66 അങ്ങനത്തെ ഒക്കെ നമ്പർ പ്ലേറ്റ് ഞാൻ ആദ്യമായിട്ട് കാണും. അതിൽ ഞങ്ങൾ ഈ ടാക്സിക്ക് അങ്ങനെ ഞങ്ങളുടെ ഹോട്ടലിലെത്തി. ഇതാണ് ഹോട്ടൽ. പൈസ കൊടുക്കണം കേട്ടോ. എത്രയുടെ 1 ലക്ഷം? 1 ലക്ഷം ഒന്നുമല്ല, 100 സംതിങ് അല്ലേ കഴിഞ്ഞായിട്ട്? എത്ര 100 ഇന്ത്യൻ മണി 100 സംതിങ് ആയിട്ടുള്ളൂ. 300 ഇന്ത്യൻ മണി 300 സംതിങ് കേട്ടോ. I10 കേട്ടോ നമ്മുടെ നാട്ടിലെ. I10 തന്നെ. കൂടുതലൊന്നും ഒരു മനുഷ്യനില്ല കേട്ടോ. ആകെ 2 പേര് അവിടെ നിന്ന് പുക വിടുന്നല്ല, വേറെ പരിപാടിയൊന്നുമില്ല. ഇത് മീൻ നോക്കിയാൽ. ഗൈസ് ഫൈനലി ഞങ്ങൾ റൂമിൽ തിരിച്ചെത്തി. 1 കിലോയ്ക്ക് 800 രൂപ കൊടുത്ത് മേടിച്ചു. അതിനടാ അത്ര വില ഒന്നുമില്ല ലിച്ചിക്ക്. ശ്രദ്ധിക്കണം, നമ്മൾ ടൂറിസ്റ്റുകളല്ലേ, നമ്മൾ കുനിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ പോയിട്ടോ. അതാണ് ഒരു വലിയ വിഷയം. അതിനുള്ള ടേസ്റ്റുള്ള ലിച്ചി അല്ലത്. അതിനുള്ള ടേസ്റ്റുള്ള നല്ല ലിച്ചിയാ, വെറൈറ്റി ലിച്ചി കേട്ടോ. നല്ല കിഡിലും ലിച്ചി കേട്ടോ. ഞങ്ങൾ എത്രയുടെ കിലോയ്ക്കാ? ഇത് നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ എത്രയാന്ന് പറഞ്ഞത് മേടിച്ചേ? എത്രയാന്ന് ഓർത്താ? 80 രൂപ. 80 രൂപ ഓർത്ത് കാശ് പോയി കഴിഞ്ഞപ്പോൾ 800 രൂപ അറിഞ്ഞു. വലിയ ടേസ്റ്റ് ഒന്നുമില്ല. നമ്മുടെ ലിച്ചിയുടെ 7 കിലോക്ക് തൊത്തത്തില്ല. നമ്മുടെ ലിച്ചിക്ക് 120 രൂപ 80 രൂപ 100 രൂപയൊക്കെ വരുള്ളൂ സീസൺ സമയത്ത്. ഇത് മെഡിസിൻ്റെ ഒരു ചവ കഴിഞ്ഞു ടേസ്റ്റാണ് ഗൈസ്. മധുരമുണ്ട്. പക്ഷേ ഞങ്ങളുണ്ടല്ലോ ഇവിടെ കറങ്ങാനായിട്ട് വന്നതല്ല കേട്ടോ. ഞങ്ങളിവിടെ ഈ പറഞ്ഞ ആ ഒരു ഫെസ്റ്റിവലിന് വേണ്ടി വന്നതാണ്. നാളെ ഇപ്പോൾ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാനായിരിക്കും. ഗുഡ് ബൈ. അതാണ്